വനത്തിലോട്ട് കയറിയായിരുന്നു. കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി നിന്നുപോയി, ഓഫായി നിന്നുപോയി. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂരിലോട്ട് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സൂര്യകാന്തി പാടം കണ്ടു. അപ്പോൾ ആ സൂര്യകാന്തി പാടത്തിലാണ് നമ്മൾ കയറി. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത്, അകത്തോട്ട് എൻട്രൻസ് ഫീസ്. അങ്ങനെ അകത്തോട്ട് കയറി. നീ ഫസ്റ്റ് ടൈമാണ് സൂര്യകാന്തി പാടം കാണുന്നത്? ഞാൻ അവിടെ പോയിട്ടില്ല. പോകുന്ന വഴിക്ക് ആ സമയത്ത് ഞാൻ പോയ സമയത്ത് ഇതില്ലായിരുന്നു, സൂര്യകാന്തി ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ടിക്കറ്റ് നല്ല എമൗണ്ട്, 10 രൂപ, 10 രൂപ നല്ല എമൗണ്ട്. ഇത് 20 രൂപ, ഇവിടെ 20 രൂപയാണ് പാസ്. എന്തായാലും കൊള്ളാല്ലേ, 20 രൂപയ്ക്ക് ലാഭം അല്ല. ഇവിടെ 20 രൂപയ്ക്ക് ലാഭം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തത് മുതുമല ടൈഗർ റിസർവിൻ്റെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുതുമല ടൈഗർ റിസർവ് കയറി, അത് കഴിഞ്ഞ് നമ്മളെ ബന്ദിപ്പൂർ വനത്തിലോട്ട് കയറി, അവിടെ നിന്നും കയറി നമ്മൾ ഗുണ്ടൽപേട്ട് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു, നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ബന്ദിപ്പൂർ വനത്തിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി വീണ്ടും കംപ്ലൈൻ്റ് ആയായിരുന്നു. അങ്ങനെ ഇപ്പം നിൽക്കുന്നത് ഗുണ്ടൽപേട്ടാണ്. അപ്പോൾ ഈ ഒരു ഗുണ്ടൽപേട്ട് വന്നു കഴിയുമ്പോൾ, ഈ ഒരു റോഡിലോട്ട് വന്നു കഴിയുമ്പോൾ 2 സൈഡിലും നമുക്ക് സൂര്യകാന്തി പാടങ്ങളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ സൂര്യകാന്തി പാടം കാണുന്നത്. ഞാൻ കൂടുതലും വീഡിയോസിലൊക്കെ ഞാൻ ഈ സൂര്യകാന്തി പാടം കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും നേരിട്ട് നമുക്ക് ഈ സൂര്യകാന്തി പാടം കണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ മൈസൂർ റൂട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ സൂര്യകാന്തി പാടം എൻ്റെ ബാക്കിലേക്ക് കാണുന്നില്ലേ, സൂര്യകാന്തി പാടത്തിൻ്റെ അകത്ത് കയറി നമ്മളിതെല്ലാം കയറി കണ്ടു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയായിരുന്നു. അതായത് നമ്മൾ മുതുമല ടൈഗർ റിസർവിൽ കയറി, അത് കയറി എക്സിറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബന്ദിപ്പൂർ റിസർവിൽ വനത്തിലോട്ട് കയറിയായിരുന്നു. കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി നിന്നുപോയി, ഓഫായി നിന്നുപോയി. അങ്ങനെ എന്താണെന്ന് നമ്മൾ നോക്കിയ സമയത്ത് ഹീറ്റ് കാണിച്ചു. ആദ്യം എഞ്ചിൻ ഹീറ്റ് കാണിച്ചു. ആദ്യം വണ്ടി ഓഫ് ആയപ്പോഴത്തേന് ഹീറ്റ് ഒന്നും കാണിച്ചില്ല. പിന്നെ സെൽഫ് അടിച്ചിട്ട് എടുക്കുന്നില്ല. ഒരു ചെറിയ ഇറക്കമായിട്ട് നമ്മൾ കാടല്ലേ, അതിനകത്ത് നിർത്താനൊന്നും പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആ ഇറക്കത്തിട്ട് തന്നെ റിവേഴ്സ് എടുത്ത് സ്റ്റാർട്ടായി. വീണ്ടും കുറച്ചുകൂടെ പിന്നെ വണ്ടി അറച്ചങ്ങ് നിന്നു. പിന്നെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ എല്ലാ സമയത്ത് ഒട്ടും വണ്ടി പണി അറിയാത്തവർ എന്തായാലും ചെന്ന് ആദ്യം ബോണറ്റില്ല തുറന്നു നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ കൂളന്റിന്റെ അവിടെ ഹീറ്റ് ഹൈ കാണിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ സമയത്ത് ആ ഒരു ക്യാപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഫുള്ള് പോയി, ഭയങ്കര ചൂട്. അതായത് എഞ്ചിൻ റൂം ഭയങ്കര ഹീറ്റായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു മെക്കാനിക്കിനെ വിളിച്ചത് പറഞ്ഞ് പുള്ളി പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് നിന്നു. നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരും നിർത്തിയില്ല. ഒരുപാട് പേര് പാസ് ചെയ്തു പോയി. പക്ഷേ കേരള വണ്ടി കുറേ വണ്ടി പാസ് ചെയ്ത് പോയി. അത് ഒത്ത കാട്ടിന് അടുക്കാണെന്നുള്ള ആലോചിക്കണം. ഉച്ചയ്ക്കാണ് എങ്കിൽ കൂടി അകത്താണ് നമ്മൾ മാത്രമാണ് പുറത്തിരുന്നത്. എന്നിട്ട് നമ്മൾ ദൈവദൂതനെ പോലെ ഒരു ചേട്ടൻ വന്നായിരുന്നു, കാറിൽ വന്നായിരുന്നു. അവരൊരു ഫാമിലി ആയിരുന്നു. ആ പുള്ളി അപ്പോഴെ തന്നെ വണ്ടി നിർത്തിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഹീറ്റായതാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എനിക്കൊന്ന് 5 ലിറ്ററിൻ്റെ ഒരു കുടിക്കാനുള്ള വെള്ളം പുള്ളി പൊട്ടിക്കാത്ത 1 ലിറ്റർ വെള്ളം കയ്യിൽ തന്നു. പുള്ളിയുടെ പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല. പുള്ളി എന്നിട്ട് പോയി. എന്നിട്ട് നമ്മൾ പറഞ്ഞയച്ചു, അതായത് അവിടെ ചെക്ക് പോസ്റ്റിൽ വന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി അവിടെ ഇതിനകത്ത് നിർത്താൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ അതുകൊണ്ട് പറഞ്ഞയച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ 1000 രൂപയാണ് ഫൈൻ. അങ്ങനെ പിന്നെ തൊട്ടടുത്ത് 2 വണ്ടി കഴിഞ്ഞപ്പോൾ ഒരു പച്ചക്കറി വാൻ വന്നായിരുന്നു. പുള്ളിക്കാരനാണ് ദൈവത്തെ പോലെ നമ്മളെ സഹായിച്ചതും. പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് ഇതിനകത്ത് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് ഭയങ്കര ഹീറ്റായിരുന്നു. വെള്ളം ഒഴിക്കും തോറും ഇത് ഇങ്ങനെ ഇജക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക.
അങ്ങനെ കുറേ നേരം ഹെൽപ്പ് ചെയ്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം നമ്മളെ വെള്ളവും എല്ലാം ഒഴിച്ച് എല്ലാം അവസാനം സെറ്റായി എഞ്ചിൻ ഹീറ്റ് അങ്ങ് താന്നു. അതിനുശേഷം നമ്മൾ ഒരു മൂഡില്ലായിരുന്നു, ഒരു ട്രിപ്പ് മൂഡെന്ന് പറയുന്ന സംഭവം പോയായിരുന്നു. അതിനുശേഷം ഒരുപാട് നല്ല നല്ല വീഡിയോയിൽ കാണാത്ത ഒരുപാട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്കിങ്ങനെ ഇത് പ്രശ്നം വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഗുണ്ടൽപേട്ടിൽ വന്നിട്ട് വണ്ടിയുടെ അതിൻ്റെ ക്യാപ്പ് പോയായിരുന്നു. അതായത് ഈ കൂളൻ ക്യാപ്പ് ഉണ്ടല്ലോ, അത് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ ആ ക്യാപ്പ് വാങ്ങിയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന സമയത്താണ് നമ്മൾ ഈ സൂര്യകാന്തി പാടം കാണുന്നത്. ഇപ്പോഴാണ് ആ ഒരു ട്രിപ്പ് മൂഡിലോട്ട് വന്നത് അല്ലേ? ജസ്റ്റ് നിർത്തിയത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഏകദേശം ഒരു 52 കിലോമീറ്റർ മൈസൂരോട്ട് ദൂരം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഒരു 6-7 മണിയാവും. നമ്മളിനി അവിടെ ചെന്ന് റൂം എടുക്കും. ഇന്നിപ്പോൾ എന്തായാലും വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല, ഇന്ന് വേറെ സ്ഥലമൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നേരെ നമ്മൾ റൂം എടുത്തിട്ട് നാളെയാണ് മൈസൂർ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ.